ദൈവത്തിന്റെ ധന്യനാമത്തിന് മാത്രമുണ്ടായി. ഞാൻ അടുത്ത സമയത്ത് കുറച്ചാൾ മുമ്പ് കഥ വായിച്ചു. നിങ്ങളൊക്കെ വായിച്ച കഥയായിരിക്കും. There were two boys, and these two boys got a basket full of oranges, and they wanted to share it equally. So they were searching a quiet place to sit and share the oranges. And lastly they found a cemetery. So it is a quiet place, and they wanted to get inside the cemetery and sit there and share the oranges equally. But the gate was closed. So they climbed through the gate. So while climbing through the gate, two oranges fell down. Okay, we will take that orange when they come back. അത് കയറിയിരുന്നത് അവർ ഫൗണ്ട് ചെയ്യാൻ രണ്ട് ഓറഞ്ച് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടു അതവിടെ ഇട്ടിട്ട് അവർ അവിടെ ഇരുന്ന് കൗണ്ട് ചെയ്തു. 1 for you, 1 for me, 1 for you, 1 for me എന്ന് പറഞ്ഞ ഇതിനെ ഷെയർ ചെയ്യും. അപ്പം അതുവഴി ഒരു മനുഷ്യൻ പോയി, റോഡിൽ ഒരു മനുഷ്യൻ പോയി. He was drunk and he heard the sound, 1 for you, 1 for me. And he thought God and Satan are inside the cemetery and they are sharing the souls. രണ്ടുപേരുടെ ദൈവം സേത്തുകൂടെ അവിടെ ഇരുന്ന 1 for you, 1 for me എന്ന് പറഞ്ഞ് ആത്മാക്കളെ ഷെയർ ചെയ്യണമെന്നാണ്. So immediately he rushed to the parsonage and he told the Achan, you see, God and Satan are inside in our cemetery and they are sharing the souls. അച്ഛൻ അയാളോട് ഓടി വന്നു. അച്ഛനോടി വന്ന് ഗേറ്റിന്റെ അവിടെ നിന്നു. ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി പോവും. ശരിയാ, 1 for you, 1 for me എന്ന് പറഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So by the time they finished the counting, then one of the boys said, then what about the other two in the gates? നിനക്കറിയാം എന്താ സംഭവിച്ചതെന്നുള്ളത്. But I know very well that after this Bible conference here and we study all the kingdom perspectives and where we have to focus and what is the kingdom, I strongly believe there will be not even a single person here to share between Satan and share with God, Satan. സാത്താനിന് വേണ്ടി പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ അവന്റെ ഭാഗത്തേക്ക് പോകാൻ ഈ കോൺഫറൻസ് കഴിഞ്ഞ് പോകുന്ന വ്യക്തികളിൽ ഒരു മനുഷ്യൻ പോലും ഉണ്ടാകുകയില്ല. Because we have focused our life to kingdom. We have totally focused our life. അല്ലേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? We focused our life towards the kingdom. അതെന്താണെന്നൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താ? അത് ക്രിസ്തുവാണെന്ന് പറഞ്ഞു, അത് സഭയാണെന്ന് പറഞ്ഞു. സഭ എന്ന് പറയുന്നത് ഇന്നലെ ഇന്നൊക്കെ നമ്മൾ കേട്ടു. ഞാനും പറഞ്ഞു, അച്ഛനും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. എന്താ? ആദിമസഭ തുടങ്ങിയത് വീട്ടിലാണ്. അതിന്റെ എക്സ്റ്റൻഷനാണ് നമ്മുടെ ഈ എൽമിസ്റ്റ് ചർച്ചും ബെലൂൺ ചർച്ചും സെന്റ് തോമസും സെന്റ് മേരീസ് എല്ലാം വീട്ടിലെ സഭയുടെ എക്സ്റ്റൻഷനാണ്. So we focused our life to the kingdom, and I strongly believe there will not be even a single person among us to share with Satan. Our വലിയ സന്തോഷവും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. ഇത് വളരെ മനോഹരമായിട്ട് നടന്നു. ജെയ്സനും ദീപയും അവര് രണ്ടുപേരുടെ അധ്വാനം
പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. അച്ഛൻ പറഞ്ഞല്ലോ. ഞാൻ അവർ രണ്ടുപേരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പിന്നെ നിങ്ങളുടെ വികാരിയച്ഛൻ്റെ ഇനിഷ്യേറ്റീവിനെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അതേ ഓർമ്മന്നുണ്ടോയെന്ന് എനിക്കത് സംശയമാണ്. വളരെയേറെ താല്പര്യത്തോടു കൂടി ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ശ്രദ്ധിക്കുന്നു. അസിസ്റ്റന്റ് വികാരിയച്ഛൻ നല്ലൊരു മുനിശ്രേഷ്ഠൻ്റെ ഭാവത്തോടു കൂടി നിന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ ഭംഗിയായ നേതൃത്വം കൊടുക്കുന്നു. എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമ്മുടെ സഭ മുഴുവൻ ഉണ്ടാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസന ഫാമിലി കോൺഫറൻസിൻ്റെ കാര്യം മാറ്റ് അലക്സാണ്ടർ ഇന്നലെ സൂചിപ്പിച്ചു. ഈ വർഷത്തെ വലിയൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയിട്ട് തീർത്തത്തോളം ഉള്ള ക്രമീകരണം നടക്കുകയാണ്. ഇതിലുള്ള എല്ലാ ആൾക്കാരും അതിൽ സംബന്ധിക്കണം. പരിശുദ്ധ പാവാതിരുമേനി അതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഫുൾ സമയം കോൺഫറൻസിന്റെ തുടക്കം മുതൽ അവസാനം വരെ വിശുദ്ധ കുർബാന വരെ ഉള്ള സമയം പാവാതിരുമേനിയുടെ പ്രസൻസ് ഉണ്ട്. നിരണഭദ്രാസനത്തിന്റെ ക്രിസോസ്റ്റമോസ് തിരുമേനി, പിന്നെ വൈദിക ക്രിസ്റ്റി ജോൺസ്, എബ്രഹാം വനാട്ടച്ചൻ, വർഗീസ് പ്രധാന സ്പീക്കർ. പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ മിഡ് വെസ്റ്റ് അല്ലെങ്കിൽ ഷിക്കാഗോ കോൺഫറൻസിന്റെ മോഡലാണ്. ഷിക്കാഗോ ഈസ് ഫേമസ് ഫോർ കോൺഫറൻസസ് ദാറ്റ് യു നോ വെരി വെൽ. ഞാനത് എപ്പോഴും പറയുന്ന സംഗതിയാണ്. നമ്മുടെ മിഡ് വെസ്റ്റ് ഫാമിലി കോൺഫറൻസ് നടക്കുമ്പോൾ അത് ഏറ്റവും ഭദ്രാസനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കോൺഫറൻസാണ്. കഴിഞ്ഞ വർഷത്തെയും അതിന് മുമ്പത്തെയും ഒക്കെ ഫാമിലി കോൺഫറൻസ് ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. അതിൻ്റെ മധുരവും അതിൻ്റെ ഓർമ്മയും ഒന്നും ഒരിക്കലും മറന്നു പോകുന്ന കാര്യങ്ങളല്ല. വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ ഈ റീജിയനിലെ ഫാമിലി കോൺഫറൻസ് നടക്കുന്നത്. അതിൻ്റെ ഒരു സ്പിരിറ്റ്, അതിൻ്റെ ഒരു ഭാവത്തിലും സ്ട്രക്ചറിലും ഒക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസ്. Matt Alexander has registration form for the family conference. ഇത് അച്ഛൻ ഇത് വേണമെങ്കിൽ പാസ് ചെയ്ത് ആവശ്യമുള്ളവർക്ക് എടുക്കാം. അത് പാസ് ചെയ്തു. അപ്പോൾ എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാവരോടുള്ള സന്തോഷം അറിയിക്കുന്ന രീതിയിൽ മുഴുവൻ സമയം ഇവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം 2%. കൈകുത്തില്ല. ഓക്കെ എല്ലാ സന്തോഷം അറിയിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ.